PSC സക്സസ് ലാഡറിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തു നിന്നുമുള്ള 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓപ്ഷൻ ബി ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഓപ്ഷൻ ഡി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഈ പറഞ്ഞിരിക്കുന്ന 4 അവകാശങ്ങളിൽ ഏത് മുഖേന നമുക്ക് ഹൈക്കോടതിയെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെയോ സമീപിക്കാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഇത് വരുന്നത് ആർട്ടിക്കിൾ 32-ലാണ്. ഒത്തിരി വിശേഷണങ്ങളുള്ള ഒരു ആർട്ടിക്കിളാണ് 32. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന അംബേദ്കർ വിശേഷിപ്പിച്ചതും അതുപോലെ മൗലിക അവകാശങ്ങളിൽ മൗലികമായതെന്നറിയപ്പെടുന്നതും ആർട്ടിക്കിൾ 32 ആണ്. അതുപോലെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതും ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 വരെയാണ്. അടുത്തത് 2019 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളിലെ ആംഗ്ലോ ഇന്ത്യൻ സംവരണത്തിൽ വന്ന മാറ്റം. 2019 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളിലെ ആംഗ്ലോ ഇന്ത്യൻ സംവരണത്തിൽ വന്ന മാറ്റം. ഞാൻ ഓപ്ഷൻസ് വായിച്ച് സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് പോകാം. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ലോക്സഭയിലെയും നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി. ലോക്സഭയിലെയും നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി. ഇനി നമുക്ക് 2019 104 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചൊരു ചെറിയൊരു ഷോർട്ട് നോട്ട് നോക്കാം. ഈ 2019 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 334 ആണ്. ആർട്ടിക്കിൾ 334. ആർട്ടിക്കിൾ 334 പ്രതിപാദിച്ചിരുന്നത് ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും ആംഗ്ലോ ഇന്ത്യൻസിൻ്റെയും സംവരണങ്ങളെക്കുറിച്ചായിരുന്നു. ഈ 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 334 വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം 2030 വരെ ദീർഘിപ്പിച്ചു. അതുപോലെ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ സംവരണം നിർത്തലാക്കുകയും ചെയ്തു. ഈ 2 മാറ്റങ്ങളാണ് ആർട്ടിക്കിൾ 334 വരുത്തിയത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം 2030 വരെ ദീർഘിപ്പിച്ചു. അതുപോലെ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ സംവരണം നിർത്തലാക്കി. അതുപോലെ 2019 104 ഭരണഘടനാ ഭേദഗതിയിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2020 ജനുവരി 21-നാണ്. 2020 ജനുവരി 21-ന്. അതുപ്രകാരം ഈ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 2020 ജനുവരി 25 മുതൽ. 2019 104 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 2020 ജനുവരി 25 മുതലാണ്. ഇത് എത്രാമത്തെ ബില്ലാണെന്ന് ചോദിച്ചാൽ 126ാമത്തെ ബില്ലാണ്. 126ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അടുത്തത്, ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ലോക്സഭയും രാജ്യസഭയും ചേർന്ന്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഉപരാഷ്ട്രപതിയായി മത്സരിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഈ വയസ്സിൻ്റെ കാര്യത്തിൽ ഒരു ഓർമ്മ വേണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. മറ്റൊരു യോഗ്യതയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്.
കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്. ഇത്രയുമാണ് ഉപരാഷ്ട്രപതിയായി മത്സരിക്കുന്നതിനുള്ള യോഗ്യതകൾ. അടുത്തത് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി 15-ാം വകുപ്പ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് വകുപ്പ് 15. വകുപ്പ് 15 പറയുന്നത് ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല. ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ് കൂടിയാണ് ആർട്ടിക്കിൾ 15. അടുത്തത് ലോക്സഭയുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഉചിതമായവ തിരഞ്ഞെടുക്കുക. ലോക്സഭയുമായി ബന്ധപ്പെട്ട ഉചിതമായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി പ്രസ്താവന 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. പ്രസ്താവന 2 പറയുന്നത് ലോക്സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി പ്രസ്താവന 4 പറയുന്നത് ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ലോക്സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. അടുത്തത് താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇത് രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29-നായിരുന്നു. ഈ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 7 പേരായിരുന്നു. ആ 7 പേരുടെ പേരും പഠിച്ചിരിക്കണം. അതിൻ്റെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ആ കമ്മിറ്റിയിലെ ഒരു അംഗവും ചെയർമാനുമായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അടുത്തത് KM മുൻഷി, മൂന്നാമത്തത് മുഹമ്മദ് സാദുള്ള, നാലാമത്തത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, അഞ്ചാമത്തത് N ഗോപാലസ്വാമി അയ്യങ്കാർ, അടുത്തത് DP കെയ്ത്താൻ. പിന്നീട് കെയ്ത്താൻ്റെ മരണശേഷം TT കൃഷ്ണമാചാരി അംഗമായി. പിന്നെ ലാസ്റ്റത്തത് BN മിത്തൽ. BN മിത്തൽ രാജിവെച്ച ശേഷം അതിലംഗമായ വ്യക്തിയായിരുന്നു N മാധവറാവു. ഈ 7 പേരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ. അടുത്തത് ധനബില്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? നമുക്ക് ആ പ്രസ്താവനകളൊന്ന് നോക്കാം. ആദ്യത്തെ പ്രസ്താവന പറയുന്നത് രാജ്യസഭയ്ക്കാണ് കൂടുതൽ അധികാരം. രണ്ടാമത്തെ പ്രസ്താവന ലോക്സഭയ്ക്കാണ് കൂടുതൽ അധികാരം. മൂന്നാമത്തത് ഇരുസഭകൾക്കും തുല്യ അധികാരമുണ്ട്. നാലാമത്തത് ധനബില്ലുകളിൽ അന്തിമ അധികാരം ലോക്സഭാ സ്പീക്കറുടേതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. പ്രസ്താവന 2 പറയുന്നത് ലോക്സഭയ്ക്കാണ് കൂടുതൽ അധികാരം. പ്രസ്താവന 4 പറയുന്നത് ധനബില്ലുകളിൽ അന്തിമ അധികാരം ലോക്സഭാ സ്പീക്കറുടേതാണ്. ഇനി ഈ മണി ബില്ല് അവതരിപ്പിക്കുന്നത് ലോക്സഭയിൽ മാത്രമാണ്. രാഷ്ട്രപതിയുടെ അനുമതിയോടെ മണി ബില്ല് ലോക്സഭയിൽ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഇത് അവതരിപ്പിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. മണി ബില്ല് അവതരിപ്പിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. ലോക്സഭ ഈ മണി ബില്ല് പാസ്സാക്കിയാൽ അത് രാജ്യസഭയ്ക്ക് അയച്ചു കൊടുക്കും. അതിനുശേഷം 14 ദിവസത്തിനകം ബില്ലിന് അനുമതി നൽകി രാജ്യസഭ തിരികെ അയക്കണം. ഇനി രാജ്യസഭ അനുമതി നൽകിയില്ലെങ്കിലും ആ ബില്ല് പാസ്സാക്കിയതായി കണക്കാക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് മണി ബില്ലിലെ ഏറ്റവും അധികാരം കൂടുതൽ ലോക്സഭയ്ക്കാണ്. അടുത്തത് കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഞാൻ ആ പ്രസ്താവനകളൊന്ന് വേഗം വായിക്കാം. പ്രസ്താവന 1 പറയുന്നത് 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. പ്രസ്താവന 2 പറയുന്നത് 1990-ലാണ് നിലവിൽ വന്നത്. മൂന്നാമത്തെ പ്രസ്താവന ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നാലാമത്തത് 107ാം ഭരണഘടനാ അനുച്ഛേദത്തിൽ കൂറുമാറ്റ നിരോധന നിയമത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു.
ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 3ഉമാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. പ്രസ്താവന 1 പറയുന്നത് 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. 1985 52ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്. അടുത്ത ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് 3ാമത്തത്. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത്? സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടുള്ളൂ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലുമുള്ള കുറവ്. ഓപ്ഷൻ ബി സാമ്പത്തിക ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി മാറ്റിവെക്കപ്പെടും. ഓപ്ഷൻ സി ന്യായാധിപരുടെ ശമ്പളത്തിലുള്ള കുറവ്. ഓപ്ഷൻ ഡി സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതത്തിൽ പെടാത്തത് സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും. 3 തരം അടിയന്തരാവസ്ഥകളെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ആദ്യത്തേത് ദേശീയ അടിയന്തരാവസ്ഥ, അതിൻ്റെ ആർട്ടിക്കിൾ 352. രണ്ടാമത്തത് സംസ്ഥാന അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 356. മൂന്നാമത്തത് സാമ്പത്തിക അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 360. അടുത്തത് താഴെ പറയുന്ന കാരണങ്ങളാൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ആ കാരണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് യുദ്ധം അല്ലെങ്കിൽ ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം. ഓപ്ഷൻ ബി ഭരണഘടനാ യന്ത്രങ്ങളുടെ പരാജയം. ഓപ്ഷൻ സി ഇന്ത്യയുടെയോ അതിൻ്റെ പ്രദേശത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ സാമ്പത്തിക സ്ഥിരതയോ ക്രെഡിറ്റോ ഭീഷണിയിലാകുമ്പോൾ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം ഓപ്ഷൻ എ യുദ്ധം അല്ലെങ്കിൽ ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം. ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 3 തവണയാണ്. ആദ്യത്തേത് 1962 ചൈനീസ് അധിനിവേശവുമായി ബന്ധപ്പെട്ട്, രണ്ടാമത്തത് 1971 ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ടും, മൂന്നാമത്തത് 1975 ആഭ്യന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുമാണ്. ഇങ്ങനെ 3 തവണയാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1962, 1971, 1975. ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.